അപ്പം ഞാനിതെന്താ ഈ ഇട്ടിളക്കി കൂട്ടണതെന്ന് വെച്ചിട്ടാ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുകയെന്നും എങ്ങനെ ഉണ്ടാക്കുകയെന്നും നമുക്ക് നോക്കാം. അപ്പം ഞാൻ എടുത്തേക്കണത് ഒരു ഇടിച്ചക്കയാണ് കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു വർഷത്തോളം കേട് വരാതിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ചക്ക ഇല്ലാത്ത കാലത്തൊക്കെ ഇടിച്ചക്ക അച്ചാറ് കഴിക്കാമല്ലോ. അപ്പം നമുക്ക് ഇതാദ്യം വെട്ടി നുറുക്കി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നടുമുറിച്ചിട്ട് ഇതിൻ്റെ മുളഞ്ഞൊക്കെ നല്ലപോലെ കളഞ്ഞെടുത്ത് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നുറുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൽ വേണം ഇത് ചെറിയ പീസായിട്ട് നുറുക്കിയിടാനായിട്ട് കേട്ടോ. എന്നിട്ട് ഫുള്ളും നുറുക്കി കഴിയുന്ന വരെ ഇത് ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് അത് കോരി ഊറ്റി വെള്ളം തീരെ ഇല്ലാതെ ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് അതിൽ മസാലപ്പൊടികൾ ചേർക്കാനായിട്ട് ഉപ്പ് ചേർക്കുക. അതൊരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്, കാശ്മീരി ചില്ലി അല്ല കേട്ടോ. എന്നിട്ടത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ തിരുമ്പി പിടിപ്പിക്കണം കേട്ടോ. സ്പൂണിട്ട് ഇളക്കിയാൽ ശരിയാവില്ല, എല്ലാ ഭാഗത്തും ഒരുപോലെ ആവില്ല. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ കൈ കൊണ്ടിട്ടിട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കുക. അധികം നേരം ഒന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട, കുറച്ച് നേരം വെച്ചാൽ മതി. അതിന് ശേഷം ഞാൻ അടുപ്പിലാണ് കേട്ടോ വെച്ചത്, കാരണം അടുപ്പിൽ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഞാൻ അടുപ്പിൽ വെച്ചു. നിങ്ങൾക്ക് സ്റ്റൗവിൽ എന്തിൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, കുറേ നാളെടുത്ത് വെക്കണമെങ്കിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട, ഒരുവിധം ഒന്ന് മൂത്താൽ മതി കേട്ടോ. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് വറുത്തെടുക്കാം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത്. ഒറ്റ പ്രാവശ്യത്തിൽ വറുക്കാനാണെങ്കിൽ പറ്റിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ നല്ല ചക്ക വറുത്തതിൻ്റെ മണമാണ്. ആ ചക്ക തന്നെയാണല്ലോ ഒടിച്ചക്കയാണെങ്കിലും. അപ്പം ഞാനതങ്ങനെ വറുത്ത് കോരി എണ്ണ തീരല്ലാതെ ഊറ്റി മാറ്റി വെച്ചു കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും വിഷു ഇടം വരെ എത്തി. അപ്പം നമുക്ക് ഇപ്രാവശ്യത്തെ വിഷുവിന് ഒരു സ്പെഷ്യൽ വിഭവം ആയിക്കോട്ടെ നമ്മുടെ ഇടിച്ചക്ക അച്ചാറ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വറുത്തെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ആ സമയം കൊണ്ട് അത് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളക് കൊടുത്തു കേട്ടോ. ഇഞ്ചി നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നാൽ വെളുത്തുള്ളി നടു കീറിയാൽ മതി. പിന്നെ അത് വറുത്തയിൽ ബാക്കി വന്ന എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ എടുത്തിട്ട് നമുക്ക് അതിലാണ് നമ്മൾ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. അധികം എണ്ണയൊന്നും ഒഴിക്കണ്ട, കാരണം വറുത്ത് കോരിയിൽ നല്ല എണ്ണ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ തുള്ളി എണ്ണയിലാണ് ഇത് വഴറ്റിയത്. ആദ്യം കുറച്ച് കടുക് പൊട്ടിച്ചു, പിന്നെ നമ്മൾ നേരത്തെ നുറുക്കി മാറ്റി വെച്ചതൊക്കെ ഇട്ട് വഴറ്റി അത് നന്നായി വഴന്ന് വന്നപ്പോൾ വീണ്ടും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ. പിന്നെ അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കരിഞ്ഞത് കേട്ടോ, പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കായംപൊടി ഇട്ടു കേട്ടോ. ഉലുവാപ്പൊടിയിലിട്ട് കൂടുതൽ കായംപൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി ഇളക്കി മൂപ്പിച്ച് പാകത്തിന് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ അച്ചാറിലും സാധാരണ ചേർക്കണ പോലെ വിനാഗിരിയാണ്. പക്ഷേ സാധാരണത്തേക്കാൾ കുറച്ച് കൂടുതൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കണ ഇടിച്ചക്കയിൽ പുളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചധികം വിനാഗിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വിനാഗിരിയിലേക്ക് തിളച്ച് വരുമ്പോൾ ഈ ഇടിച്ചക്ക ഇട്ട് ഇളക്കി കൊടുക്കുക. സാധാരണ നമ്മൾ അച്ചാറിനായിട്ട് പുളിയുള്ള സാധനങ്ങളാണല്ലോ എടുക്കുക. ഇതിപ്പോൾ ഇടിച്ചക്കയിൽ തീരെ പുളിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരു 3-4 സ്പൂൺ കൂടി വിനാഗിരി കൂടുതൽ ഒഴിക്കണേ. അപ്പോൾ പിന്നെ അത് നല്ലപോലെ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ അച്ചാർ എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കാതിരിക്കുക, പിന്നെ ടൈറ്റായിട്ട് മൂടി വെക്കുക. അങ്ങനെയൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കൊല്ലം വരെ കേട് വരാതിരിക്കും കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ.